ഇന്നത്തെ ഒരു സ്പെഷ്യൽ സാമ്പാർ കറിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റുള്ള അടിപൊളി സാമ്പാർ കറി. നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാർ കറിയാണ്. ഞാൻ വെറുതെ പറയുന്നില്ല, ഇതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ അത്രയും നല്ല ടേസ്റ്റ്. പിന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിലേക്ക് എടുക്കാം. അരിഞ്ഞു വെച്ച സാമ്പാർ പീസ് വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൽ ആവശ്യമായതെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പരിപ്പാണ് ചേർത്ത് കൊടുക്കൽ. എന്നാൽ ഞാൻ ഇതിലേക്ക് സാമ്പാർ പരിപ്പല്ല ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാദാ ചുവന്ന പരിപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റൂ. വീഡിയോയിൽ കാണുമ്പോൾ കുറേ പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. കുറച്ച് പരിപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ: ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കണേ. ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേവാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അടച്ച് വെച്ച് 2 വിസിൽ വരെ മാത്രം വേവിച്ചാൽ മതിയേ. എൻ്റെ അടുത്ത് നിന്ന് 3 വിസിലായിട്ട് നല്ലോണം വെന്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത്രയും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയാണ്. 40 രൂപക്കൊക്കെ ഒരു തേങ്ങ വാങ്ങുന്നത്. തേങ്ങയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ടേസ്റ്റിയായ സാമ്പാർ കറി വെക്കാമല്ലോ. അതുകൊണ്ട് ഈ വീഡിയോ ഫോളോ ചെയ്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പീസൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ലോണം വെന്ത് പോയി, 3 വിസിലായി പോയി. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. സാമ്പാറൊക്കെ 2 വിസിൽ മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായെന്ന് വെച്ചാൽ നമ്മൾ പുളി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതിയേ. അതിനുശേഷം ഇതൊഴിച്ചതിന് ശേഷം പിന്നെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. സാമ്പാർ കറി ഇതുപോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പാകത്തിന് തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ഉപ്പൊക്കെയാണ് ഉണ്ടായത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലോണം കാച്ചിയതിന് ശേഷം നമ്മുടെ സാമ്പാർ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ സാമ്പാർ കറി റെഡിയായി കേട്ടോ. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യും. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കിന് വല്ലാണ്ട് ദാരിദ്ര്യമുണ്ട്. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.